അല്ലു അർജുൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മല്ലു അർജുൻ, പിന്നെ സമാന്ത, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി ഫേസിലും ലിപ്പിലും. ലൈക്ക് എനിക്കും കണ്ടിട്ട് തോന്നിയത് മേ ബി ലൈക്ക് ഡെർമൽ ഫില്ലേഴ്സ് നമുക്ക് ആ ഒരു ലിപ്പിന്റെ ഡെഫിനിഷൻ ഒക്കെ കൊണ്ടുവരാനായിട്ടും ആ ഒരു ഫേസിന്റെ ആ ഒരു ലൈൻസ് ഒക്കെ ജോ ലൈനും കാര്യങ്ങളൊക്കെ പ്രോമിനന്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഫില്ലേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. മേ ബി they have gone for a filler treatment. കോമ്പിനേഷൻ ആയിട്ട് കുറെ ട്രീറ്റ്മെന്റ്സ് മേ ബി എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ സ്കിൻ കെയർ റൂട്ടീൻ, ഇതെല്ലാം കൺസിസ്റ്റൻസി ആണ് അതിന്റെ കീ എന്ന് പറയുന്നത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യും. നമ്മൾ ഈ ഫില്ലേഴ്സ് റെഗുലർലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല, വൺ ടൈം ചെയ്താൽ മതി. ഒരു 1 year ഒരു പീരീഡ് ഓഫ് ടൈം വരെ ലാസ്റ്റ് ചെയ്തോളും. ചിലപ്പോ 6 to 1 year, 6 months to 1 year വരെ അല്ലേ? ഓക്കെ, അതൊരു ഭയങ്കര ഇൻഫോർമേറ്റീവ് ടോപ്പിക് ആണ്. ബോട്ടോക്സും ലൈക്ക് സിംഗിൾ സെഷൻ ആണ്, മേ ബി 2 sessions വേണ്ടി വരാം. എന്നാലും കൂടുതലും ബോട്ടോക്സ്, ഫില്ലർ, സ്പ്രെഡ് ലിപ്സ് ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് നൽകുന്നതാണ്. അപ്പം നമുക്ക് ഈ ഫേഷ്യൽ എസ്തെറ്റിക്സിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി എന്താണ് എയിം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനാണ്. അപ്പം നമുക്ക് കൊളാജിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക ഫേസിൻ്റെ ആ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ യങ്ങർ ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 രീതി തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള. നാച്ചുറൽ ആയിട്ടുള്ള നമുക്കറിയാം, നാച്ചുറൽ ആയിട്ടുള്ള എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും റിസൾട്ട് വരുന്നത്, പക്ഷേ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ബോട്ടോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും, ബട്ട് കുറച്ച് നാൾ കഴിയുമ്പം അത് കുറഞ്ഞു വരും. വീണ്ടും ഇടയ്ക്ക് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതെ, ഓക്കെ.